നമസ്കാരം, ബിഗ് ടെൻ ന്യൂസിലേക്ക് സ്വാഗതം. മുഖ്യമന്ത്രി പിണറായി വിജയൻ പകരം വയ്ക്കാനില്ലാത്ത ചരിത്ര പുരുഷനെന്ന് ഇ.പി. ജയരാജൻ. മുഖ്യമന്ത്രിയെ പ്രശംസിക്കുന്നതോ അദ്ദേഹം ചെയ്ത കാര്യങ്ങൾ പാട്ടിന്റെ രൂപത്തിൽ അവതരിപ്പിക്കുന്നതോ ഫീനിക്സ് പക്ഷിയെപ്പോലെ ഉയർന്നു വന്നുവെന്ന വിലയിരുത്തുന്നതോ തെറ്റാണെന്ന് കരുതാൻ ആകില്ലെന്ന് അദ്ദേഹം വ്യക്തമാക്കി. പല പ്രതിസന്ധി ഘട്ടങ്ങളിലും പിണറായി വിജയൻ കേരളത്തിലെ ജനങ്ങൾക്ക് വേണ്ടി പല വികസന പ്രവർത്തനങ്ങളും നടപ്പാക്കിയിട്ടുണ്ട്. പല പ്രതിസന്ധികളെയും അതിജീവിച്ചാണ് പിണറായി വിജയൻ കേരളത്തെ നയിക്കുന്നതെന്നും ഇ.പി. ജയരാജൻ ഫേസ്ബുക്കിൽ കുറിച്ചു. എം.പി. രാജേഷ് സ്വന്തം ജില്ലയിലെ ജനങ്ങളുടെ കുടിവെള്ളം മുട്ടിക്കുന്നു എന്ന് വി.ഡി. സതീശൻ. പാലക്കാട് മദ്യനിർമ്മാണ യൂണിറ്റിന് അനുമതി നൽകുന്നതോടെ ഇത് തെളിയുന്നു എന്നും അദ്ദേഹം പറഞ്ഞു. എം.പി. രാജേഷ് പറയുന്നതെല്ലാം കള്ളമാണ്. പുതിയ നയത്തിന് വിരുദ്ധമായിട്ടാണ് നിലവിലെ പദ്ധതിയെന്നും സതീശൻ ആരോപിച്ചു. ഷാരോൺ വധക്കേസിലെ ശിക്ഷാവിധി തിങ്കളാഴ്ചത്തേക്ക് മാറ്റി. തനിക്ക് 24 വയസ്സ് മാത്രമാണ് പ്രായമുള്ളത്. താൻ പഠിക്കാൻ മിടുക്കിയാണ്. പഠിച്ച് ബിരുദം നേടണമെന്നും ഗ്രീഷ്മ കോടതിയെ അറിയിച്ചു. തന്റെ സ്വകാര്യ ചിത്രങ്ങൾ ഉപയോഗിച്ച് ഷാരോൺ ബ്ലാക്ക്മെയിൽ ചെയ്തതുകൊണ്ട് മാത്രമാണ് കൊലപ്പെടുത്തിയതെന്നും അതുകൊണ്ട് തന്നെ ശിക്ഷയിൽ ഇളവ് നൽകണമെന്നും ഗ്രീഷ്മ കോടതിയിൽ അഭ്യർത്ഥിച്ചു. ഹണി റോസിന്റെ പരാതിയിൽ രാഹുൽ ഈശ്വറിനെതിരെ കേസെടുക്കാൻ വകുപ്പില്ലെന്ന് പോലീസ്. ഹണി റോസിന് കോടതി വഴി പരാതി നൽകാം. നടി നൽകിയിരുന്ന പരാതിയിൽ രാഹുൽ ഈശ്വർ പ്രതിയല്ലെന്നും പോലീസ് കോടതിയിൽ റിപ്പോർട്ട് നൽകി. കെ.ബി. ഗണേഷ് കുമാറിന് ആശ്വാസമായി ഫോറൻസിക് റിപ്പോർട്ട്. സഹോദരി ഉഷ മോഹൻദാസുമായുള്ള സ്വത്ത് തർക്ക കേസിലാണ് ഗണേഷിന് അനുകൂലമായി റിപ്പോർട്ട് വന്നത്. പിതാവ് ആർ ബാലകൃഷ്ണപിള്ള തയ്യാറാക്കിയ വിൽപത്രത്തിലെ ഒപ്പുകൾ വ്യാജമാണെന്ന ഉഷയുടെ വാദങ്ങളാണ് ഫോറൻസിക് റിപ്പോർട്ട് തള്ളിയത്. വിൽപത്രത്തിലെ ഒപ്പുകൾ ബാലകൃഷ്ണപിള്ളയുടേതാണെന്ന് തന്നെയാണ് ഇപ്പോൾ തെളിഞ്ഞിരിക്കുന്നത്. ഭക്ഷണത്തിൽ വിഷം കലർത്തി മുത്തശ്ശിയെ കൊലപ്പെടുത്തിയ കേസിൽ പേരമകനും ഭാര്യയ്ക്കും ജീവപര്യന്തം. ബഷീർ, ഭാര്യയായ ഫസീല എന്നിവർക്കാണ് ഇപ്പോൾ കോടതി ശിക്ഷ വിധിച്ചിരിക്കുന്നത്. പ്രതികൾക്ക് 2 ലക്ഷം രൂപ വീതം പിഴയും വിധിച്ചിട്ടുണ്ട്. കൊലപാതകം, തെളിവ് നശിപ്പിക്കൽ, ഗൂഢാലോചന എന്നീ കുറ്റങ്ങൾ തെളിഞ്ഞതായി കണ്ടതിന്റെ അടിസ്ഥാനത്തിലാണ് ഈ നടപടി. കൊൽക്കത്ത ബലാത്സംഗ കൊലക്കേസിൽ പ്രതി സഞ്ജയ് റോയ് കുറ്റക്കാരനെന്ന് കോടതി കണ്ടെത്തി. തിങ്കളാഴ്ചയാണ് ശിക്ഷ വിധിക്കുക. കഴിഞ്ഞ വർഷം ഓഗസ്റ്റിലാണ് ആർ.ജി.കർ മെഡിക്കൽ കോളേജിൽ ഡ്യൂട്ടിയിലുണ്ടായിരുന്ന ഡോക്ടറെ ക്രൂരപീഡനത്തിന് ഇരയാക്കി കൊലപ്പെടുത്തുന്നത്. ആശുപത്രിയിലെ തന്നെ സുരക്ഷാ ജീവനക്കാരനായ സഞ്ജയ് റോയ് ആണ് പ്രതി. സെയ്ഫ് അലിഖാന് എതിരെയുണ്ടായ ആക്രമണം മോഷണം തന്നെയോ എന്ന സംശയത്തിൽ പോലീസ്. വീട്ടിൽ നിന്ന് ഒന്നും നഷ്ടപ്പെട്ടിട്ടില്ലെന്നാണ് കരീന കപൂർ പോലീസിന് നൽകിയിരിക്കുന്ന മൊഴി. എന്നാൽ ഇതുവരെ പ്രതിയെ അറസ്റ്റ് ചെയ്യാൻ പോലീസിന് കഴിഞ്ഞിട്ടില്ല. കഴിഞ്ഞ വ്യാഴാഴ്ചയാണ് ആക്രമി വീട്ടിൽ കയറി സെയ്ഫ് അലിഖാനെ കുത്തുന്നത്. ഗാസയിൽ വെടിനിർത്തൽ കരാറിന് അംഗീകാരം നൽകി ഇസ്രായേൽ. വെടിനിർത്തലിനും ബന്ദികളുടെ മോചനത്തിനുമുള്ള കരാറാണ് മന്ത്രിസഭാ യോഗം അംഗീകരിച്ചത്. കരാർ അംഗീകാരം നൽകിയതായി പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിന്റെ ഓഫീസ് അറിയിച്ചു. ഹമാസുമായുള്ള പോരാട്ടം അവസാനിപ്പിക്കുന്നതിനുള്ള കരാർ ഞായറാഴ്ച പ്രാബല്യത്തിൽ വരും. ചാമ്പ്യൻസ് ട്രോഫിക്കും ഇംഗ്ലണ്ടിനെതിരായ ഏകദിന പരമ്പരയ്ക്കുമുള്ള ഇന്ത്യൻ ടീമിനെ പ്രഖ്യാപിച്ചു. 15 അംഗ ടീമിനെയാണ് പ്രഖ്യാപിച്ചത്. രോഹിത് ശർമ്മയാണ് ക്യാപ്റ്റൻ. പേസർ ബുംറയ്ക്ക് പകരം ഗില്ലാണ് വൈസ് ക്യാപ്റ്റൻ. ശ്രേയസ് അയ്യർ, കെ.എൽ. രാഹുൽ, ഹാർദിക് പാണ്ഡ്യ, അക്ഷർ പട്ടേൽ, കുൽദീപ്, സുന്ദർ, മുഹമ്മദ് ഷമി, അർഷ്ദീപ് സിംഗ്, യശസ്വി ജയ്സ്വാൾ, ഋഷഭ് പന്ത്, രവീന്ദ്ര ജഡേജ എന്നിവരാണ് ടീമിലെ മറ്റംഗങ്ങൾ. ആഭ്യന്തര ക്രിക്കറ്റിൽ മികച്ച ഫോമിൽ കളിക്കുന്ന കരുൺ നായർക്കും മലയാളി താരം സഞ്ജയ് സാംസണും ടീമിൽ ഇടം നേടാനായില്ല.